ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആരാധനാലയങ്ങൾ ലേലത്തിൽ വെച്ചിരിക്കുവാണത്രേ. ഇരിക്കട്ടെ, നല്ലത്. കാരണം മനുഷ്യന് തോന്നി തുടങ്ങി നമ്മുടെ മതം സ്വകാര്യതകളാണ്. അതൊരിക്കലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഞാൻ എന്നെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്, അതല്ലെങ്കിൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിക്കുന്നെങ്കിൽ ആ സൃഷ്ടാവിനു വേണ്ടി സൃഷ്ടികൾ ഉണ്ടാക്കിയ ഒരു എടുപ്പ്, അതല്ലെങ്കിൽ ഒരു കുടില് തന്നെയാകട്ടെ, അവിടേക്ക് തന്നെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ എവിടെ ഇരുന്ന് വിളിച്ചാലും ആ സൃഷ്ടാവ് കേൾക്കും എന്നുള്ള വിശ്വാസത്തിലേക്ക് ജനങ്ങൾ എത്തിത്തുടങ്ങി. ഒന്നത്. രണ്ട്, പ്രാർത്ഥനയും ആരാധനയും ദൈവവും ഒന്നുമല്ല, നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് നമ്മൾ തന്നെയാണ് എന്ന തിരിച്ചറിവ് മനുഷ്യനുണ്ടായി. കാരണം നമ്മുടെ കർമ്മങ്ങളാണ്. നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ലാതെ നമുക്കൊരു ഗുണമോ ദോഷമോ ഉണ്ടാകുന്നില്ല. അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രവൃത്തി കൊണ്ട് നമുക്കൊരു ഗുണമോ ദോഷമോ ഉണ്ടാകുന്നു. അതല്ലാതെ ഏതെങ്കിലും ഒരു ദൈവം കിഴികെട്ടി പണമിറക്കി തരികയോ അതല്ലെങ്കിൽ മരുന്നിറക്കി തരികയോ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സൊല്യൂഷൻ ഇറക്കി തരികയോ ചെയ്തതായി ചരിത്രങ്ങളില്ല. പക്ഷെ എന്നാലും മനുഷ്യന് പലപ്പോഴും പല വിഷയത്തിലും അവർക്ക് ഡിപ്പെൻഡഡ് ആയിട്ട് നിൽക്കാനാണ് ഇഷ്ടം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്, അഡ്വക്കേറ്റ് ആണ്, തൃശ്ശൂർ കോടതിയിൽ വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടി. ആ സമയത്ത് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മക്കൾക്ക് ദൈവം ആവശ്യമാണ്. അവർക്ക് പലപ്പോഴും ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോൾ, മക്കളെ ഇത് ചെയ്യരുത്, ഇത് ചെയ്താൽ ദൈവം കാണും, ദൈവം അതിൻ്റെ പേരിൽ നമ്മളെ ശിക്ഷിക്കും, ഏത് സമയത്തും നമ്മളെ തന്നെ നോക്കി ജാഗ്രതയോടുകൂടി ഇരിക്കുകയാണ് ദൈവം എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ എന്നെ നോക്കി അങ്ങനെ ഒന്ന് ചിരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ മക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കാറില്ല. കാരണം ആരെങ്കിലും ഒരാൾ എന്നെ നോക്കിയിരിപ്പുണ്ട് എന്നു വിചാരിച്ചിട്ടാകരുത് എൻ്റെ മക്കൾ ഒരു തെറ്റിൽ നിന്നും വിട്ടു നിൽക്കേണ്ടത്. മറിച്ച് അവരുടെ മനസാക്ഷിയുടെ ഒരു കോടതിയുണ്ട്. അവർക്ക് തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റുന്ന രൂപത്തിൽ അവരങ്ങ് മനസ്സിലാക്കി പ്രവർത്തിക്കട്ടെ. അതല്ല, ഒരാളെ അടിക്കാനിരിക്കുന്നു, അയ്യോ അയാൾക്ക് വേദനിക്കും, അതല്ല വേറൊരാൾ കാണുന്നു എന്ന ചിന്തയിലാണെങ്കിൽ അയാൾ കാണുന്നില്ല എന്ന് വരുമ്പോൾ എന്തും ചെയ്യാനുള്ള ലൈസൻസ് അല്ലേ. മറ്റത് അയാൾ നോക്കിയാലും അയാൾ നോക്കിയില്ലെങ്കിലും ഞാൻ എന്താണ് എന്നറിഞ്ഞാൽ മതി എന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. മറ്റൊന്നുമല്ല, അയോധ്യയിൽ രാമക്ഷേത്രം പൊങ്ങി. പക്ഷേ ചരിത്രപരമായി അതിലെ വസ്തുതകളും വസ്തുതാ വൈരുദ്ധ്യങ്ങളും എമ്പാടും മീഡിയകളിൽ തന്നെ പല വ്യക്തിത്വങ്ങളും ചാനലുകളിലൂടെയൊക്കെ ചർച്ച ചെയ്യുകയുണ്ടായിട്ടുണ്ട്. ഷാഹിന എന്ന ഒരു മാധ്യമ പ്രവർത്തകയെ ശ്രീജിത്ത് പണിക്കർ കൃത്യമായ രൂപത്തിൽ പോയിന്റ് ഇട്ട് പിടിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഈ ഗവേഷക ഗ്രൂപ്പിലുണ്ടായിരുന്ന കെ മുഹമ്മദ്, അദ്ദേഹത്തിന്റെ തെളിവുകൾ, നിഗമനങ്ങൾ, എത്തിച്ചേരലുകളൊക്കെ കോടതി വളരെയധികം ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയും അതിനെ പോയിന്റ് ഔട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിലും അദ്ദേഹം ശ്രദ്ധേയമായ കുഞ്ഞു കുഞ്ഞു കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. അത് കേട്ടിട്ട് ഷാഹിനയിലേക്ക് പോകാം. അയോധ്യയെ സംബന്ധിച്ച് സുപ്രീം കോടതിയിലുള്ള ഏറ്റവും ശ്രദ്ധേയമായ പ്രസ്താവനകളിൽ ഒന്ന് ശ്രീ കെ സംബന്ധിച്ച് സുപ്രീം കോടതിയിലുള്ള ഏറ്റവും ശ്രദ്ധേയമായ പ്രസ്താവനകളിൽ ഒന്ന് ശ്രീ കെ മുഹമ്മദിൻ്റെതാണ് എന്നാണ് പത്രങ്ങൾ മാധ്യമങ്ങളിൽ നിന്നൊക്കെ അറിയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ആ സാഹചര്യം? ഞാൻ ഈ എക്സ്കവേഷനിൽ പങ്കെടുത്ത ആളാണ്. എക്സ്കവേഷൻ എന്ന് പറയുകയാണെങ്കിൽ ആദ്യമുള്ള എക്സ്കവേഷൻ 1977 ആദ്യം എക്സ്കവേഷൻ നടത്തിയത്. അപ്പോൾ അന്ന് ഞാൻ അതിൽ പങ്കെടുത്ത ആളാണ്, പ്രൊഫസർ ബി ലാലിൻ്റെ കീഴിൽ. അപ്പോൾ അന്ന് ഞങ്ങൾ ഈ സ്ഥലത്ത് വിവാദിത പള്ളിയിൽ ചെന്നപ്പോൾ ആ പള്ളി അന്ന് മറ്റുള്ള ആളുകൾക്ക് അതിലേക്ക് പ്രവേശനമില്ല, പക്ഷെ ഞങ്ങൾ റിസർച്ചേഴ്സ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ 12 തൂണുകൾ ക്ഷേത്രത്തിൻ്റെ തൂണുകളായിരുന്നു. അങ്ങനെ അതിനുശേഷം ആ തൂണുകൾക്ക് ശേഷം പിന്നീട് എക്സ്കവേറ്റ് ചെയ്ത അവസരത്തിൽ ഈ തൂണുകൾ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രിക്ക് ബേസുകൾ ധാരാളം കിട്ടുകയുണ്ടായി. പക്ഷേ ഇതൊരു വിവാദമാക്കണമെന്ന് അന്ന് പ്രൊഫസർ ബി ലാലോ ബാക്കിയുള്ള ആളുകളോ ആരും ആഗ്രഹിച്ചിരുന്നില്ല. കാരണം ഇതൊരു വിവാദമായിരുന്നില്ല അന്ന്. പക്ഷേ ഇത് വിവാദമാക്കിയത് കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരാണ്. ഇവരാണ് അതെ, പ്രൊഫസർ ഇർഫാൻ നബിയും ബാക്കിയുള്ള ആളുകളും റോബല താപ്പറും അതിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് മറുപടി ആയിട്ടാണ് പിന്നീട് പ്രൊഫസർ ബി ലാൽ പുറത്തു വന്നത്. അല്ല, ഞങ്ങൾക്ക് വേറെ ധാരാളം തെളിവുകൾ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അന്നാണ് ഞാനും
ഞാനന്ന് തമിഴ്നാട്ടിലാണ്, ഫോർട്ട് സെൻറ്റ് ജോർജിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഡെപ്യൂട്ടി സൂപ്രിൻറ്റൻഡൻറ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാനൊരു പ്രസ്താവന കൊടുത്തു, ഞാൻ ഐ വാസ് ദ ഓൺലി വൺ മുസ്ലിം ഹു ഹാഡ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദാറ്റ് എക്സ്കവേഷൻ ആൻഡ് ഐ ഹാവ് സീൻ ദ ടെമ്പിൾ പില്ലേഴ്സ് ഓൾസോ, പിന്നെ അതർ മെറ്റീരിയൽസ് ഓൾസോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു പ്രസ്താവന കൊടുത്തത്. അപ്പം അതിനുശേഷം പിന്നീട് മറ്റൊരു ആൾ പറഞ്ഞു, ഒരു പക്ഷം പറയുന്നു തെളിവുകൾ ഉണ്ട് എന്ന്, മറ്റൊരു പക്ഷം പറയുന്നു തെളിവുകളില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു എക്സ്കവേഷൻ എന്തുകൊണ്ട് നടത്തിക്കൂടാ എന്ന് അന്ന് പറയുകയുണ്ടായി. അത് ഐ മഹാദേവനായിരുന്നു അത് പറഞ്ഞിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് വളരെ കാലം കഴിഞ്ഞതിന് ശേഷം 2003 രണ്ടാമതൊരു വ്യാപകമായിട്ടുള്ള എക്സ്കവേഷൻ നടത്തുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് അന്ന് 12 തൂണുകളായിരുന്നു. ഇപ്പം 50-ൽ പരം തൂണുകൾ കിട്ടി. ഇതിനർത്ഥം ഇതൊരു മഹാക്ഷേത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ശേഷം അതെ, 2003 ശേഷം ഒരു വലിയ ക്ഷേത്രമായിരുന്നു. അതിൽ പിന്നീടാണ് ഈ ക്ഷേത്രത്തിൽ എപ്പോഴും അമൽക എന്ന് പറയുന്ന ഏറ്റവും മുകളിലുള്ള ഒരു കല്ലുണ്ടായിരിക്കും. അത് നെല്ലിക്ക പോലെ ആയിരിക്കും ആ കല്ല്. ഈ കല്ല് ക്ഷേത്രത്തിൻ്റെ ഈ പള്ളിയുടെ അടിയിൽ നിന്ന് കിട്ടുകയുണ്ടായി. ഇത് സാധാരണ ഏതെങ്കിലും വാസസ്ഥലത്ത്, ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കിട്ടില്ല, ക്ഷേത്രമുള്ള സ്ഥലത്ത് നിന്ന് മാത്രമേ കിട്ടൂ. ഇത് ചരിത്രത്തിൽ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക എന്നാണ് സാരോപിക്കുന്നത്? ഈ ചരിത്രത്തിൽ ഇത് ഒന്നുകിൽ പൊളിഞ്ഞു കിടക്കുന്ന ക്ഷേത്രമായിരിക്കും. ആദ്യമേ ബാബർ വരുന്നതിന് മുമ്പിൽ പൊളിഞ്ഞു കിടക്കുന്നുണ്ടാവും, അതല്ലെങ്കിൽ അദ്ദേഹം പൊളിച്ചിട്ടുണ്ടാവും. അത് രണ്ടും സംഭവിക്കാം. കാരണം ആ കാലത്ത് മറ്റുള്ളവരുടെ മതസ്ഥാപനങ്ങളെ ആരെ വിജയിച്ച് കീഴടക്കുന്നുണ്ടോ അവരുടെ ആരാധനാലയങ്ങളെ കീഴടക്കുക എന്ന് പറഞ്ഞാൽ അത് വിജയത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് അവർ ആഘോഷിക്കാറുള്ളത്. ആ നിലയ്ക്ക് ചെയ്തതാണ്. പക്ഷെ എങ്ങനെയാണെങ്കിലും ഇത് സംഭവിച്ചു. പിന്നെ ഞാൻ ഒന്നുകിൽ പൊളിഞ്ഞു കിടന്ന ഒരു അമ്പലമായിരിക്കും ഇത്, നമുക്ക് പള്ളിയാക്കാം എന്ന് ബാബർ ചിന്തിച്ചിരിക്കാം. അതല്ലെങ്കിൽ ഒരു ഹൈന്ദവ ആരാധനാലയം എന്തിനാണ്, ഞമ്മന്റെ ആരാധനാലയമല്ലേ നമുക്ക് വേണ്ടത് എന്ന് ചിന്തിച്ചേക്കാം. ഈ 2 കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത്. ഇത് ഈ ഗവേഷണത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെ പങ്കെടുത്ത ഒരു കേരളീയനായ മലയാളിയായ KK മുഹമ്മദ് തൻ്റെ അനുഭവങ്ങൾ, തൻ്റെ നിഗമനങ്ങൾ, കോടതിയുടെ എങ്ങനെയാണ് തെളിവുകൾ നിരത്തി സമർത്ഥിക്കപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ പുറത്തു നിന്നൊരാൾ, അതായത് ഷാഹിന എന്ന മാധ്യമ പ്രവർത്തക, അവരുടെ അഭിപ്രായം പറയുന്നുണ്ട്. ഇത് അഭിപ്രായം, മറ്റത് സത്യം. അങ്ങനെ ഒരാൾ ആർക്കിയോളജി സ്റ്റുഡന്റ് ആയിരിക്കുന്ന കാലത്ത് ഒരു സ്റ്റുഡന്റ് ട്രെയിനി എന്ന നിലയ്ക്കാണ് ഈ സർവേയിൽ പങ്കെടുത്തിട്ടുള്ളത് എന്നുള്ളതും നമ്മൾ ആളുകളോട് ആവർത്തിച്ച് പറയേണ്ടതുണ്ട്. താങ്കൾ ഈ ലേഖനത്തിൽ ആദ്യം എഴുതിയിരുന്ന കാര്യവും ഇപ്പോൾ ഈ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യവും തമ്മിലുള്ള ബന്ധം എന്താണ്? തെറ്റായിട്ടുള്ള ഒരു കാര്യം ഇതിൽ റിപ്പോർട്ട് ചെയ്യണമായിരുന്നോ, അതിൽ ഒരു ആധികാരികത കണ്ടെത്താനായിട്ട് ശ്രമിക്കണമായിരുന്നോ? ഇതാണ് മാധ്യമ പ്രവർത്തനം എന്നുള്ളതാണ് താങ്കളോടുള്ള എന്റെ ചോദ്യം. എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെ മാധ്യമ പ്രവർത്തനം നടത്തുന്ന അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ഒരു മാധ്യമ പ്രവർത്തകയാണ് ശ്രീമതി KK ഷാഹിന. പണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്താണ് അവരെ ശ്രദ്ധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഔട്ട്ലുക്കിലാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഷാഹിന ഈ അടുത്ത ദിവസം ഔട്ട്ലുക്കിൽ ഒരു ലേഖനം എഴുതിയിരുന്നു. അതിന്റെ പശ്ചാത്തലം അയോധ്യയിലെ രാമക്ഷേത്രമാണ്. ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ലേഖനമാണ്. ദ സ്ലോ ബേണിംഗ് സൗത്ത് എന്നാണ് ഈ ലേഖനത്തിന്റെ ടൈറ്റിൽ. അത് ഷാഹിനയും അനിഷ റെഡ്ഡി എന്ന 2 ആൾക്കാർ ചേർന്നിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇത് അതിന്റെ മാക്സ്റ്റർ കോപ്പിയാണ്. ഈ ലേഖനത്തിന്റെ ഒരു ഭാഗത്ത് പറയുന്ന ഒരു കാര്യം ഞാൻ വായിക്കാം. അത് ശ്രീജിത്ത് ദിവാകരൻ എന്ന മറ്റൊരു മാധ്യമ പ്രവർത്തകനെ ഉദ്ധരിച്ചുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ദ കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് ഓഫ് കേരള ഹാസ് എക്സ്പീരിയൻസ്ഡ് എ സ്ലോ ബേണിംഗ് ഇമ്പാക്ട് ഫ്രം ദ രാം ജന്മഭൂമി എപ്പിസോഡ്. വി ക്യാൻ സീ എ സർജ് ഇൻ മലയാളം മൂവീസ് അഡ്രസ്സിംഗ് ദ പെർസീവ്ഡ് സഫറിംഗ്സ് ഓഫ് ദി അപ്പർ കാസ്റ്റ് ഹിന്ദു പോപ്പുലേഷൻ, attributing their plight to reservations for backward communities, says Srijit Divakaran, scriptwriter and senior journalist who, as a young scribe, reported the Babri Masjid demolition from ground zero. അതായത് ഈ സംഭവത്തിന് ശേഷം മലയാളത്തിൽ ഇറങ്ങിയിരിക്കുന്ന പല സിനിമകളുടെയും പ്രമേയത്തിൽ ഉയർന്ന ജാതിക്കാരായിട്ടുള്ള ആൾക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും അതിനെല്ലാം കാരണക്കാരായിട്ട് താഴ്ന്ന ജാതിക്കാർക്ക് കിട്ടുന്ന സംവരണവും ഒക്കെ തന്നെയാണ് ഇതിലെ വിഷയം എന്നാണ് പ്രതിപാദിക്കുന്നത്. ഇതിൽ ഉദ്ധരിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ ശ്രീജിത്ത് ദിവാകരൻ എന്നൊരു ചങ്ങാതിയെ പറ്റിയാണ്. അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്, സീനിയർ ജേർണലിസ്റ്റ് ആണ് എന്ന് പറയുന്നു. അത് കൂടാതെ പറയുന്നത് ഹു ആസ് എ യങ് സ്ക്രൈബ്, അതായത് ഒരു യുവാവായ മാധ്യമ പ്രവർത്തകനായിട്ട് റിപ്പോർട്ടഡ് ദ ബാബറി മസ്ജിദ് ഡെമോളിഷൻ ഫ്രം ഗ്രൗണ്ട് സീറോ, അതായത് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട കാര്യത്തിനെ പറ്റി ആ സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു യുവാവായ മാധ്യമ പ്രവർത്തകനായിരുന്നു ശ്രീജിത്ത് ദിവാകരൻ എന്നാണ് ഷാഹിന ഈ ലേഖനത്തിൽ നമ്മളോട് പറയുന്നത്. എന്നാൽ ശ്രീജിത്ത് ദിവാകരൻ ആ സമയത്ത് ഒരു ടീനേജർ ആയിരുന്നു എന്ന രീതിയിലുള്ള ഒരു ആക്ഷേപം അതിനുശേഷം വന്നു. അദ്ദേഹത്തിന് ആ സമയത്ത് ഏതാണ്ട് 17 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അദ്ദേഹത്തിന് ഒരു ജേർണലിസ്റ്റ് ട്രെയിനി ആകാൻ പോലും ആ സമയത്ത് സാധിക്കുമായിരുന്നില്ല. മേ ബി പ്രീ ഡിഗ്രിയോ മറ്റോ പഠിക്കുകയായിരിക്കും എന്ന രീതിയിലേക്കുള്ള കുറേയധികം വാർത്തകൾ പുറത്തു വന്നു. അതിന്റെ സത്യാവസ്ഥ എന്തായാലും പിന്നീട് ഈ ലേഖനം എഡിറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത. ഓൺലൈനിൽ നമ്മൾ ഈ ലേഖനം ഔട്ട്ലുക്കിന്റെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇദ്ദേഹത്തെ ഉദ്ധരിക്കുന്ന ഭാഗം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സൈസ് ശ്രീജിത്ത് ദിവാകരൻ, എ സ്ക്രിപ്റ്റ് റൈറ്റർ ആൻഡ് ജേർണലിസ്റ്റ് ഹു വാസ് എ സ്റ്റുഡന്റ് അറ്റ് ദ ടൈം.
അതായത് ഈ സംഭവം നടക്കുന്ന സമയത്ത്, അതായത് ബാബറി മസ്ജിദിന്റെ ഡെമോളിഷൻ നടക്കുന്ന സമയത്ത് ശ്രീജിത്ത് ദിവാകരൻ എന്ന് പറയുന്ന ഈ വ്യക്തി ആ സമയത്ത് ഒരു വിദ്യാർത്ഥിയായിരുന്നു എന്ന് എഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും പ്രിന്റ് ചെയ്തിരിക്കുന്ന കോപ്പിയിൽ എഡിറ്റ് ചെയ്യാൻ സാധ്യമല്ല. മാക്സ്റ്ററിലെ കോപ്പി എഡിറ്റ് ചെയ്യാൻ ഒരുപക്ഷെ സാധ്യമായേക്കും. പക്ഷേ മാക്സ്റ്ററിൽ ഈ ബുക്കായിട്ട് ഈ മാഗസിൻ കിട്ടും. അതിലിപ്പോഴും ഈ ശ്രീജിത്ത് ദിവാകരൻ ഗ്രൗണ്ട് സീറോയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു യുവാവായ മാധ്യമപ്രവർത്തകനാണ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതാണ് ശ്രീമതി ഷാഹിന താങ്കളുടെ മാധ്യമപ്രവർത്തനം. ശ്രീജിത്ത് ദിവാകരന്റെ ഉദ്ധരണിക്ക് കൂടുതലായിട്ടുള്ള ബലം നൽകുന്നതിന് വേണ്ടി ഒരു ലൈൻ കൂടി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ലേറ്റർ ഹി ജോയിൻഡ് മാതൃഭൂമി ഇൻ ഡൽഹി ആൻഡ് റോട്ട് സെവറൽ റിപ്പോർട്ട്സ് ഫ്രം അയോധ്യ. അതുകൊണ്ട് അദ്ദേഹം പിന്നീട് വേറെ ഏതോ സമയത്ത് ഡൽഹി മാതൃഭൂമിയിൽ ജോയിൻ ചെയ്തുവെന്നും അയോധ്യയിൽ നിന്ന് നിരവധി റിപ്പോർട്ടുകൾ എഴുതിയിട്ടുണ്ട് എന്നുമാണ് ഇതിൽ പറയുന്നത്. അതും ഈ വിഷയവും തമ്മിലുള്ള ബന്ധം, താങ്കൾ ഈ ലേഖനത്തിൽ ആദ്യം എഴുതിയിരുന്ന കാര്യവും ഇപ്പോൾ ഈ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യവും തമ്മിലുള്ള ബന്ധം എന്താണ്? ശ്രീജിത്ത് ദിവാകരൻ അവിടെ ഉണ്ടായിരുന്ന യുവാവായിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകനായിരുന്നുവെന്നും അദ്ദേഹം ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്ന സമയത്ത് ആ സ്ഥലത്ത് നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത ആളാണ് എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഒരു അധിക ആധികാരികത നൽകിക്കൊണ്ട് താങ്കൾ അദ്ദേഹത്തെ കോട്ട് ചെയ്യാനാണ് ശ്രമിച്ചത്. താങ്കളുടെ ഫേസ്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ശ്രീജിത്ത് ദിവാകരൻ താങ്കളുടെ ഒരു സുഹൃത്താണ് എന്ന് മനസ്സിലാകും. തെറ്റായിട്ടുള്ള ഒരു കാര്യം ഇതിൽ റിപ്പോർട്ട് ചെയ്യണമായിരുന്നു, അതിൽ ഒരു ആധികാരികത കണ്ടെത്താനായിട്ട് ശ്രമിക്കണമായിരുന്നു. ഇതാണോ മാധ്യമപ്രവർത്തനം എന്നുള്ളതാണ് താങ്കളോടുള്ള എന്റെ ചോദ്യം. ഇനി താങ്കൾ ഈ കാണിച്ചിരിക്കുന്ന കാര്യം എത്രത്തോളം വലിയ അബദ്ധമാണ് എന്നതും അത് മാധ്യമപ്രവർത്തനത്തിന് എങ്ങനെ കളങ്കമായി തീരുന്നു എന്നതും താങ്കളുടെ തന്നെ ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ബോധ്യമാക്കി തരാം. അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നതിനോടനുബന്ധിച്ച് കൈരളി ടിവിയിൽ വിമർശനാത്മകമായിട്ടുള്ള നിരവധി സംവാദങ്ങൾ അവർ സംഘടിപ്പിച്ചിരുന്നു. ആ സംവാദങ്ങളിൽ ഒന്നിൽ താങ്കൾ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞിരുന്ന ഒരു അഭിപ്രായം ശ്രീ കെ മുഹമ്മദിനെ കുറിച്ചാണ്. ശ്രീ കെ മുഹമ്മദ് അയോധ്യയുമായി ബന്ധപ്പെട്ട എക്സ്കവേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ജൂനിയർ ആയിട്ടുള്ള സ്റ്റുഡന്റ് മാത്രമായിരുന്നു എന്നാണ് താങ്കൾ പറഞ്ഞത്. അതായത് ശ്രീ കെ മുഹമ്മദിന്റെ കണ്ടെത്തലുകൾക്ക് വലിയ ആധികാരികതയൊന്നും നൽകേണ്ടതില്ല, അദ്ദേഹം ആ സമയത്ത് ഒരു വലിയ ടീമിലുണ്ടായിരുന്ന ഒരു സ്റ്റുഡന്റ് ആയിട്ടുള്ള ഇന്ത്യൻ മാത്രമാണ് എന്ന രീതിയിലേക്ക് സമർത്ഥിക്കാനും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനുകളെ കുറച്ചു കാണിക്കാനുമാണ് താങ്കൾ ശ്രമിച്ചത്. ആ ഭാഗം നമുക്ക് കേട്ടു നോക്കാം. അതെ, അപ്പൊ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ വീണ്ടും ആവർത്തിച്ച് പറയേണ്ട ഒരു കാര്യം ഈ കെ മുഹമ്മദ് ആരായിരുന്നു എന്നുള്ളത് കൂടിയാണ്. അദ്ദേഹം ആർക്കിയോളജിക്കൽ സർവേയുടെ ഈ നടന്നിട്ടുള്ള ഗവേഷണങ്ങളിൽ ഒരു സ്റ്റുഡന്റ് ട്രെയിനി ആയിട്ടാണ് അതിൽ പങ്കെടുത്തത്. അതായത് ഇന്റേൺഷിപ്പ്. അദ്ദേഹത്തിന്റെ ഡിസിപ്ലിൻ ആർക്കിയോളജി അല്ല, അദ്ദേഹത്തിന്റെ ഡിസിപ്ലിൻ ചരിത്രമാണ്. അദ്ദേഹത്തിന് ആർക്കിയോളജിയിൽ PhD ഡിപ്ലോമയാണുള്ളത്. അങ്ങനെ ഒരാൾ ആർക്കിയോളജി സ്റ്റുഡന്റ് ആയിരിക്കുന്ന കാലത്ത് ഒരു സ്റ്റുഡന്റ് ട്രെയിനി എന്ന നിലയ്ക്കാണ് ഈ സർവേയിൽ പങ്കെടുത്തിട്ടുള്ളത് എന്നുള്ളതും നമ്മൾ ആളുകളോട് ആവർത്തിച്ച് പറയേണ്ടതുണ്ട് എന്ന് മാത്രം. ചുരുക്കി പറഞ്ഞാൽ ശ്രീ കെ മുഹമ്മദിന്റെ കണ്ടെത്തലുകളെ ലഘൂകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ആർക്കിയോളജിയിൽ വലിയ ആധികാരികതയൊന്നും ഇല്ലാതിരുന്ന ഒരു സമയത്ത് ചരിത്രം ഡിസിപ്ലിൻ ആയിരുന്ന ഒരു വ്യക്തി ഒരു സ്റ്റുഡന്റ് ഇന്റേൺ ആയിട്ടാണ് ഈ എക്സ്കവേഷനിൽ പങ്കെടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ സംഭാവനകളെ കുറച്ചു കാണുന്നതിന് വേണ്ടിയും അത് നമ്മളിങ്ങനെ ആൾക്കാരോട് ആവർത്തിച്ച് പറയണം എന്നുമാണ് താങ്കൾ പറയുന്നത്. അതേ താങ്കൾ തന്നെ താങ്കൾ എഴുതിയിരിക്കുന്ന ഒരു ലേഖനത്തിൽ താങ്കളുടെ ഭാഗം സമർത്ഥിക്കുന്നതിന് വേണ്ടി കേവലം ഒരു സ്റ്റുഡന്റ് മാത്രമായിരുന്ന ഒരു വ്യക്തിയെ അയോധ്യയിൽ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് ബാബറി മസ്ജിദ് തകർക്കുന്ന സമയത്ത് അവിടെ നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത ഒരു യുവാവായിട്ടുള്ള മാധ്യമപ്രവർത്തകനായിട്ട് ചിത്രീകരിക്കുകയാണ്. ഇതാണ് മാധ്യമപ്രവർത്തനം, ഇതാണ് മാധ്യമധർമ്മം. എന്ത് രീതിയിലുള്ള മാധ്യമ പ്രവർത്തനമാണിത്? ഞാനിത് എന്റെ വാക്കുകളൊന്നും തന്നെ ഇതിലേക്ക് ഉപയോഗിക്കുന്നില്ല. താങ്കൾ തന്നെ ശ്രീ കെ മുഹമ്മദിനെ പറയാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഉപമ എന്താണോ അതേ കാര്യം തന്നെ താങ്കളുടെ കാര്യത്തിലും ഞാൻ ഉപയോഗിച്ചു എന്ന് മാത്രം. ശ്രീ കെ മുഹമ്മദ് ഒരു സ്ഥലത്തും പറയുന്നില്ല അദ്ദേഹമായിരുന്നു ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗവേഷകൻ എന്ന്, അദ്ദേഹമാണ് ഈ എക്സ്കവേഷനെ നയിച്ചത് എന്ന് അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ഏത് അഭിമുഖം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അദ്ദേഹം പറയുന്നുണ്ട് ശ്രീ BB ലാൽ എന്ന് പറയുന്ന ആളിന്റെ ടീമിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്, അതിൽ താനൊരു സ്റ്റുഡന്റ് ആയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്, താനൊരു ഇന്റേൺ ആയിരുന്നു എന്ന കാര്യമെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയും. നമ്മുടെ താല്പര്യം എന്താണോ ഒരു വിഷയത്തിൽ ആ താല്പര്യം തന്നെയായിരിക്കണം, ആ അഭിപ്രായം തന്നെയായിരിക്കണം മറ്റുള്ളവർക്കും എന്ന വാദമാണ് ഇതിനൊക്കെ കാരണം ഒരു ചരിത്ര യാഥാർത്ഥ്യത്തെ പോലും വളച്ചൊടിക്കാൻ, ആരെയും എങ്ങനെയും മോശക്കാരാക്കാൻ, അവരെ വിവരദോഷികളാക്കാൻ, അവരെ ഒന്നുമല്ലാതെയാക്കാൻ, അവരുടെ എഫേർട്ടിനെ പോലും നിഷ്പ്രഭമാക്കാൻ പോകുന്ന രൂപത്തിൽ ഇത്തരം അഭിപ്രായങ്ങൾ എഴുന്നള്ളിച്ചു കൊണ്ടുവരും. ഇപ്പൊ കോടതിയൊക്കെ എന്തിനിരിക്കുന്നവരാണ്? ഈ തൂണുകളെ കുറിച്ചൊക്കെ വളരെ കൃത്യമായി കെ മുഹമ്മദ് പറയുന്നുണ്ട്. കരിങ്കല്ലിൽ കൊത്തിവെച്ചിട്ടുള്ള ശീലകൾ അതിനകത്തുണ്ടായിരുന്നു. ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം ചിത്രം വരയ്ക്കുന്നത് തന്നെ തെറ്റാണ്. പിന്നെ എങ്ങനെയാണ് ജീവനുള്ളതിന്റെ ചിത്രം വരയ്ക്കുന്നത്? ഒരു മസ്ജിദ് ആയിരുന്നു അതെങ്കിൽ ഒരിക്കലും രൂപകൽപ്പന ചെയ്ത രൂപത്തിൽ അതിന്റെ തൂണുകൾ വരുമായിരുന്നില്ല. ഇതിന്റെ പ്രധാനപ്പെട്ട ധാരാളം തെളിവുകൾ സമർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് അത് മുമ്പ് ഒരു ക്ഷേത്രമായിരുന്നെന്നും ബാബർ വന്നിട്ടാണ് അത് മസ്ജിദാക്കിയതെന്നും ഒക്കെ കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അതൊന്നുമല്ല എന്ന് തെളിയിക്കാൻ മുസ്ലിം പ്രീണനം അഴിച്ചുവിടുന്നതിനു വേണ്ടി ഇങ്ങനെ ഏത് ചരിത്രകാരെയും മോശക്കാരായി ചിത്രീകരിക്കുന്ന ഒരുപാട് ചരിത്ര സംഭവങ്ങൾ മുമ്പും കേരളക്കരയിൽ ഉണ്ടായിട്ടുണ്ട്. നന്ദി.